നീ ഒന്ന് അറിഞ്ഞും കേട്ടു ഇതുപോലെയൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തോടെ നമുക്കിങ്ങോട്ട് ഊറ്റാം. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ മത്തായിച്ചനെ. ഇനി നമ്മുടെ സ്വാമി. ഇനി അദ്ദേഹം വിചാരിക്കണം നമ്മുടെയൊക്കെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നു. ആരെങ്കിലും പിടിക്കപ്പെടാണ്ടല്ല അപ്പറിയാം. നമുക്കേ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പണിയൊക്കെ നിർത്തണം. നിന്നെപ്പോലുള്ള ഭാര്യമാരുണ്ടായ തന്നെ ഒരു ഭർത്താക്കന്മാരെ ഗതിപിടിക്കരുത്. നന്നായി. അപ്പൊ ഞാൻ ഇത്ര നാൾ ചെയ്തൊക്കെ വെറുതെ ആയ പല പണിക്കുമ്പോ സഹിക്കാം. എന്താടി? ഹായ് ചേട്ടാ, ബൈ ബൈ. പിന്നെ ഞാൻ ആ സാമിയുടെ പോവാ. എനിക്ക് മടുത്തു ചേട്ടാ. ഇവിടെ ആൾക്കാരെ പരിചയം എത്ര കാലം ജീവിക്കുക. ആ സാമിയുടെ അടുത്തേ കാറുണ്ട്, ബംഗ്ലാവ് ഉണ്ട്, എന്തോരം പൈസയാ. ഞാൻ അയാളുടെ കൂടെ പോവാ. ബാബുസ്വാമി കണ്ടോ? എന്തൊക്കെയുണ്ട്? ചില യക്ഷിമാർ ഇങ്ങനെയാ. മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞപ്പോഴേ മന്ത്രവാദിന്റെ കൂടെ അങ്ങോട്ട് പോരും. അതുപോലെ ഈ യക്ഷി എന്റെ കൂടെ പോന്നതാ. ബൈ. ചേട്ടൻ സുഖമായി ജീവിച്ചോ? പിന്നെ ഒരു കാര്യം കൂടി, ഇനി അടുത്ത പ്രാവശ്യം യക്ഷി ഒഴിപ്പിക്കുമ്പോ യക്ഷിയുമുണ്ട്, മന്ത്രവാദിയുമുണ്ട്. ഫാമിലി പാക്കേജ് ആണേ, ഇതിന് പണം കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. വീണ്ടും കാണാം. ഡീ ശരിക്കും കാണാടി. സാറേ കരിമ്പടം യക്ഷിയുടെ